റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി എടപ്പാളിന്റെ മുഖമുദ്രയായി ഐശ്വര്യ ഗോൾഡ് പാലസ്. 916 BIS ഹോൾമാർക്ക് HUID സ്വർണ്ണാഭരണങ്ങൾ. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ സുവർണാവസരം. പത്തരമാറ്റിന്റെ പാരമ്പര്യം. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 04942680 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അൽ ഫായിസീൻ. അനുഗ്രഹീത റമളാനു ഷരീഫിൻ്റെ വളരെ പുണ്യങ്ങൾ നിറഞ്ഞ രാപ്പകലുകൾ ഒന്നൊന്നായി വിട പറയുമ്പോൾ വിജ്ഞാന ലക്ഷ്യാർത്ഥം നമ്മുടെ ഈ സംഗമം സ്രഷ്ടാവിൻ്റെ സമക്ഷം സുഹൃതങ്ങളിലായി ഉൾപ്പെടണമെന്ന ആഗ്രഹത്തോടെ അല്പസമയം ഇൻഷാ അല്ലാഹ് വിജ്ഞാന വിരുന്നിൽ നമുക്ക് ഒത്തുചേരാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് എൻ്റെ പ്രിയ സഹോദരങ്ങളുമായി ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിജ്ഞാനത്തിന് നൽകിയ പ്രാധാന്യം വളരെ കൃത്യമായി അറിയുന്നവരാണ് നമ്മളെല്ലാവരും. ഖുർആനിൻ്റെ ആരംഭം തന്നെ വിജ്ഞാനത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടായിരുന്നുവെന്നത് ചരിത്രത്തിൻ്റെ ഇന്നലകളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ കൃത്യമായി നമുക്കത് ബോധ്യപ്പെടും. ഹിറാ ഗുഹയിൽ ഏകനായി കഴിയുന്ന പരിശുദ്ധ പ്രവാചകരുടെ തിരുസമക്ഷം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന മാലാഖ എത്തിച്ചേർന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനും അതാണ് ജീവിതത്തിൻ്റെ വിജയത്തിന് ഏറ്റവും നിദാനമായിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടുത്താനും വേണ്ടിയായിരുന്നു. സങ്കീർണമായ ഒരുപാട് വിഷയങ്ങൾ ലോകത്തുണ്ടല്ലോ. അപരിഷ്കൃതരായ ആളുകളായിരുന്നു. അരാജകത്വം അരങ്ങുവാഴുന്ന 6-ാം നൂറ്റാണ്ടിൽ അന്ധകാര നിബിഡമായ ആ ഒരു സമൂഹത്തിന് മുന്നിലേക്ക് വിശുദ്ധമായ ഒരു വഴിയുടെ പ്രാരംഭത്തിന് വേണ്ടി സ്രഷ്ടാവായ അള്ളാഹു തിരഞ്ഞെടുത്തത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന വാക്യത്തോടെ ആരംഭിക്കാനായിരുന്നു. അർത്ഥം നമുക്കറിയാലോ. നബിയെ തങ്ങൾ വായിക്കണം. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച രക്ഷിതാവിൻ്റെ നാമത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ഒരു ആശയത്തോടെ തന്നെ വിജ്ഞാനത്തിൻ്റെ മഹത്വം എത്രമേൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖുർആനിൽ പല സ്ഥലങ്ങളിലായി അതിന് പ്രചോദനം നൽകുന്ന വിധമുള്ള വാക്യങ്ങൾ വന്നതായി നമുക്ക് കാണാൻ കഴിയും. അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിയത് വ ഇലൽ ജിബാലി കൈഫ നുസ്ബത് വ ഇലൽ അർളി കൈഫ സുത്തിഹത്. ഈ ലോകത്ത് അനിവാര്യമായ എന്തൊക്കെ വിജ്ഞാന മേഖലകളുണ്ടോ അതിലേക്കൊക്കെ ഈ ആയത്തുകളിലൂടെ അള്ളാഹു വിരൽ ചൂണ്ടുന്നു എന്നത് ഒരു മഹാത്ഭുതമായി നമുക്ക് കാണാൻ കഴിയണം. സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നു. അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഒട്ടകത്തിൻ്റെ സൃഷ്ടിപ്പിലേക്ക് മനുഷ്യർ നോക്കുന്നില്ലയോ? അവർ നോക്കുന്നില്ലേ? കൈഫ ഖുലിഖത്, എങ്ങനെയാണ് ആ ഒട്ടകത്തെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. ഈ ഒട്ടകത്തെ പറയുന്നത് തന്നെ അതിൻ്റെ അത്ഭുതം നമ്മെ വർദ്ധിപ്പിക്കുകയാണ്.
കാര്യം മറ്റൊരുപാട് ജീവജാലങ്ങൾ ഉണ്ടായിട്ടും എന്തേ അള്ളാഹു ഒട്ടകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചത്? ഒരു വ്യത്യസ്തമായ അത്ഭുത ജീവിയാണ് ഒട്ടകം. മരുഭൂമിയിലെ വളരെ കഠിനമായ ചൂടിലൂടെ, ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ ആളുകൾക്ക് വാഹനമായി, അവർക്ക് ഭക്ഷണമായി ഒക്കെ അള്ളാഹു നൽകിയ ഒന്നാണ് ഈ ഒട്ടകം. എന്നാൽ ആ ഒട്ടകത്തിന് ദിവസങ്ങളോളമുള്ള വെള്ളം അതിൻ്റെ ഉൾഭാഗത്ത് തന്നെ സ്റ്റോക്ക് ചെയ്യാനും ശേഖരിക്കാനും, ഏത് കഠിനമായ ചൂട് ഉഷ്ണമുള്ള മണൽ ഭൂമിയാണെങ്കിലും അതിലൂടെ അതിൻ്റെ പാദവുമായി സഞ്ചരിക്കാൻ പാകപ്പെടുത്തിയ രീതിയിൽ അള്ളാഹു അതിനെ സംവിധാനിച്ചു. അങ്ങനെ ഒരുപാട് അതിൻ്റെ കണ്ണുകൾക്ക് അത്ഭുതമുണ്ട്. അതിൻ്റെ കണ്ണുകൾ അതിനെ പൂർണ്ണമായി മൂടുന്ന രീതിയിലാണ് അതിൻ്റെ കൺപോളകളെ അള്ളാഹു നൽകിയിട്ടുള്ളത്. സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോൾ മാത്രമാണ് ആ ഒട്ടകത്തിൻ്റെ പോളകൾക്കിടയിൽ അതിൻ്റെ കണ്ണ് നമുക്ക് പോലും കാണാൻ കഴിയും. കാരണം അത് സഞ്ചരിക്കുന്ന സമയത്ത് പൊടിക്കാറ്റുകൾ ഉണ്ടാകും. മരുഭൂമിയിലാണ് അതിനെ സഞ്ചരിക്കേണ്ടത്. കഠിനമായ സൂര്യരശ്മിയിൽ നിന്നും പൊടിപടലങ്ങളിൽ നിന്നും അതിൻ്റെ നഗ്നത്തെ സംരക്ഷിക്കാനുള്ള സംവിധാനം അല്ലാഹു നൽകി. അതിൻ്റെ ചുണ്ടുകൾക്ക്, അതിൻ്റെ കുളമ്പുകൾക്ക്, അതിൻ്റെ ശരീരഘടനകൾക്കൊക്കെ തന്നെയും അത്ഭുതകരമായ സംവിധാനങ്ങൾ അല്ലാഹു നൽകി. എന്നിട്ട് റബ്ബ് ചോദിച്ചു, ഫല യൻളുറൂന ഇലൽ ബിലി കൈഫ ഖുലിഖത്, അവർ നോക്കുന്നില്ലയോ ഈ ഒട്ടകത്തിലേക്ക്, എങ്ങനെയാണ് ഒട്ടകത്തെ സൃഷ്ടിച്ചത് എന്ന്. വഇല സമാഇ കൈഫ റുഫിയത്, ആകാശത്തിലേക്ക് നോക്കുന്നില്ലയോ, എങ്ങനെയാണ് ആകാശത്തെ ഉയർത്തപ്പെട്ടത് എന്ന്. ഇവിടെ നിങ്ങൾ നോക്ക്, മനുഷ്യ ബുദ്ധികൾക്ക് അതീതമായ ഒരു മഹാത്ഭുതം ഈ പ്രപഞ്ചത്തിൻ്റെ, വിശിഷ്യ ആകാശത്തിൻ്റെയൊക്കെ സൃഷ്ടിപ്പിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു കൂര നിൽക്കണമെങ്കിൽ അതിന് ചുമരുകൾ വേണം, അതിന് തൂണുകൾ വേണം, എല്ലാം വേണം. എന്നാൽ എത്രയോ ടൺ കണക്കിന് ദൂരത്തുള്ള കിലോമീറ്ററുകൾ അപ്പുറമുള്ള അത്രമേൽ ഭാരമുള്ള അള്ളാഹുവിൻ്റെ ഈ ആകാശം നോക്കൂ നിങ്ങൾ. തൂണുകളോ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഒരു താങ്ങവസ്തുക്കളോ ഒന്നുമില്ലാതെ അള്ളാഹു ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് റബ്ബ് ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ആ മനുഷ്യർ അത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കാത്തത്? പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ? തട്ടുതട്ടുകളാക്കിയായി ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ? അതിൻ്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച്, ഭൂമിയിൽ തന്നെ പർവ്വതങ്ങൾക്ക് നൽകിയ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച്, ഒട്ടക സൃഷ്ടിപ്പിലേക്ക്, ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ച അള്ളാഹു അതിനെക്കുറിച്ചെല്ലാം പഠിക്കാനും ചിന്തിക്കാനുമുള്ള പ്രചോദനം നൽകുന്നത് ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ജീവിതം സുഹൃതങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അറിവ് വളരെ അനിവാര്യമായ ഒന്നാണ്. അറിവില്ലാത്ത ആളുകൾ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടാൻ ഒരുപാട് സാധ്യതകളുണ്ടല്ലോ. അറിവുകൾ മാത്രം രക്ഷപ്പെടാൻ മാനദണ്ഡം എന്ന് പറയാൻ കഴിയില്ല. ഉള്ള അറിവുകൾ സൃഷ്ടാവിൻ്റെ സമക്ഷം ഉപകാരപ്രദമായി നമുക്ക് നൽകിയതാണെങ്കിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആദരവോടെ വിജ്ഞാനം കരാഗതമാക്കാൻ കഴിയുമ്പോഴാണ് അറിവ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനെ ഉന്നമനാക്കുന്നു. അതല്ലാത്ത അറിവുകൾ അത് ഇബിലീസിനുണ്ടായിരുന്നു. പക്ഷെ അറിവ് മാത്രം ഒരാളെ മഹോന്നതനാക്കുന്നുവെങ്കിൽ ഇന്ന് ഇബിലീസ് ഒരിക്കലും ശപിക്കപ്പെട്ടവൻ ആകുമായിരുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, മനോഹരമായ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സന്തോഷം നൽകും വിധം അള്ളാഹു ഇഷ്ടപ്പെടുന്ന അറിവുകൾ നേടാൻ കഴിഞ്ഞാൽ അതവൻ്റെ ശരിയായ പാത കണ്ടെത്താനും അതിലൂടെ അപജയങ്ങളില്ലാതെ, അബദ്ധങ്ങളില്ലാതെ നേരെ സഞ്ചരിക്കാനും അതവനെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് അവസരങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പള്ളിയിൽ കയറി ചെല്ലുകയാണ്. ജാ ഇലൽ മസ്ജിദ്, പുണ്യ റസൂൽ പള്ളിയിലേക്ക് വന്നു. അങ്ങനെ പള്ളിയിലേക്ക് വന്നപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കണ്ടു അശ്ശൈത്വാന, പിശാചിനെ റസൂൽ പള്ളിയിൽ കാണുകയാണ്.
അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, മാ തസ്ന യാ ഇബ്ലീസ്, ഓ ഇബ്ലീസ്, നീ എന്ത് പണിയാണ് ഇവിടെ ചെയ്യുന്നത്? നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഫയഖുൽ, ഇബ്ലീസ് പ്രതികരിച്ചു, മറ്റൊരു കാര്യത്തിനുമല്ല, ഞാനിവിടെ വന്നത് ആ നിസ്കരിക്കുന്ന ആളുടെ നമസ്കാരം ഞാൻ നശിപ്പിക്കാനാണ്, അതിനെ ഇല്ലാതെ ചെയ്യാനാണ്, ഞാൻ ഫസാദാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ അപ്പോഴാണ് തൊട്ടടുത്ത് എന്നിയാഹാഫു, ഞാൻ ഭയപ്പെടുന്നു, ഒരു മനുഷ്യൻ അവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ എനിക്ക് പേടി തോന്നുകയാണ്. അള്ളാഹിൻ്റെ റസൂൽ തിരിച്ചു ചോദിച്ചു, എന്തായി പറയണത്? നിസ്കരിക്കുന്ന ആള്, അയാൾ ഇബാദത്തി റബ്ബി, അള്ളാഹുവിൻ്റെ ഇബാദത്തിലാണ്, മുനാജാത്തി, അള്ളാഹുവിനോടുള്ള അഭിമുഖ സംഭാഷണം, അതാണല്ലോ നിസ്കാരം. അപ്പോൾ അള്ളാഹുമായി അങ്ങനെയുള്ള മാനസികമായി അടുത്ത് നിൽക്കുന്ന ആ ഒരു മനുഷ്യനെ ഇനി ഫസാദാക്കുകയും അതിനുവേണ്ടി ഇനി മടിയില്ലാതെ ഊഴം കാത്തു നിൽക്കുകയും, എന്നാൽ ഇതൊന്നുമില്ലാതെ ഒഫ്ലത്തിലായി അശ്രദ്ധയിലായി കിടന്നുറങ്ങുന്ന മനുഷ്യനെ മാ തഹഫ്, നീ പേടിക്കുകയാണോ? എന്തിനാണ് നീ പേടിക്കുന്നത്? ലിബ തഹഫ്, എന്തിനു നീ പേടിക്കണം? ഈ ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ ഫിയോഫ്ലത്തി, അവൻ ഒഫ്ലത്തിലാണ്, അശ്രദ്ധയിലാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഇബ്ലീസ് തിരിച്ചു പറഞ്ഞു, അതിന് കാര്യം മറ്റൊന്നുമല്ല, ഈ നിസ്കരിക്കുന്നയാൾ, അയാൾ ജാഹിലാണ്, അറിവില്ലാത്തവനാണ്. അവനെ എനിക്ക് ഇഫ്സാദുഹു, അവനെ നശിപ്പിക്കുക, ഫസാദാക്കുക എന്നുള്ളത് അസ്അലു, ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ ഭയപ്പെടുന്നത് ഇന്നഗ്വൈതുഹു, അവനെ ഞാൻ നശിപ്പിക്കാൻ മുന്നോട്ട് വന്നാൽ, അവൻ്റെ നിസ്കാരത്തെ ഞാൻ ഫസാദാക്കുമ്പോൾ, ആ സമയം ഞാൻ ഭയപ്പെടുകയാണ്. ആരെ? ആ ഉറങ്ങിക്കിടക്കുന്ന മുഅ്മിനായ മനുഷ്യൻ്റെ ഉണർച്ചയെ ഞാൻ ഭയപ്പെടുന്നു. അവൻ ഉണരുമെന്ന് മാത്രമല്ല, അവൻ്റെ അറിവ് കൊണ്ട് ആ മനുഷ്യൻ്റെ നമസ്കാരത്തിൽ വന്നുപോയ പ്രയാസങ്ങളെ അതിന് പ്രതിവിധി പറഞ്ഞു കൊടുക്കുകയും അവനെ നേർമാർഗത്തിൽ കൊണ്ടുവരാൻ അവനക്ക് കഴിയുകയും ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ പേടിക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കണം, ഉറങ്ങിക്കിടക്കുന്ന ആൾ ആലിമാണ്. ആ ആലിമായ കാരണം അവനക്കറിയാം ഫസാദാകുമ്പോൾ അതിൻ്റെ പ്രതിവിധി എന്താണ്, എങ്ങനെയാണ് ഫസാദാക്കാതെ നമസ്കാരത്തിനെ കൊണ്ടുപോകേണ്ടത്, അഥവാ എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നാൽ എങ്ങനെ പരിഹരിക്കണം എന്നെല്ലാം അവനക്കറിയും. അവനെന്ത് ചെയ്യും? പെട്ടെന്ന് ഉണരും. അപ്പോൾ ഈ അറിവില്ലാതെ നമസ്കാരം അതിൽ നിന്ന് ഫസാദായവനെ അത് തിരുത്തിക്കാനും അതിനെ കൃത്യമാക്കാനും അവർക്ക് കഴിയും. അതുകൊണ്ട് ഞാനിങ്ങനെ എന്ത് വേണമെന്ന് ശങ്കിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്യമുണ്ട്. എന്താണത്? നൗമുൽ ആലിം, ഒരു ആലിമായ മനുഷ്യൻ്റെ ഉറക്കം. ഒരാലിമായ മനുഷ്യൻ ഉറങ്ങണം, എന്നാൽ ആ ഉറക്കം ഹൈറും, അതേറ്റവും ഉത്തമമാണ്. മിൻ ഇബാദത്തിൽ അബ്ദിൽ ജാഹിൽ, ഒരു ജാഹിലായ അടിമയുടെ, ഒരു അറിവില്ലാത്തവൻ്റെ ആരാധനയുടെ, അതിനേക്കാളൊക്കെ അള്ളാഹുവിനടുക്കൽ ഏറ്റവും മഹത്വമുള്ളത്, ഹൈറുള്ളത് ഒരു ആലിമായ മനുഷ്യൻ്റെ ഉറക്കമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മൾ അറിവിന് പ്രാധാന്യം നൽകുകയും ഈ കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലൊക്കെ നല്ല പുസ്തകങ്ങൾ, നമുക്ക് മനസ്സിന് കുളിർമ നൽകുന്ന, അറിവ് നൽകുന്ന പുസ്തകങ്ങൾ ഒക്കെ വായിക്കുക, വിജ്ഞാന സദസ്സുകൾ അത് യഥേഷ്ടം ഉപയോഗപ്പെടുത്തുക. ഇന്ന് എല്ലാ സംവിധാനങ്ങളും നമ്മളെ കൂടെയുണ്ട്. നന്മകളും തിന്മകളും നമുക്ക് കണ്ടെത്താം. അതിൽ തിന്മകളെ പൂർണ്ണമായി വർജിച്ചുകൊണ്ട് നന്മകളുടെ സന്ദേശവാഹകരാകാൻ കരുണക്കടലായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃതങ്ങളുടെ സന്ദേശവാഹകരും അതിൻ്റെ പ്രചാരകരുമായി ജീവിക്കാൻ നമുക്ക് അവസരങ്ങളുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഞാൻ ഇവിടെ ചോദിക്കുന്നു. വാഹിർ ദഅവത്തി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.